Example 2. Find the radius of convergence and the interval of convergence of sigma n equals 0 to infinity and factorial x raised to n. അപ്പോൾ അത് തന്നെ ഈ സിഗ്മ കഴിഞ്ഞ് തന്നിട്ടുള്ള എല്ലാതിനെയും un ആയിട്ട് എടുക്കുക. ലെറ്റ് un is equal to n factorial x raised to n. റേഷ്യോ ടെസ്റ്റ് എന്താണെന്ന് നിങ്ങൾ ഇതിനോടൊപ്പം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. limit n tends to infinity un plus 1 by un. That is modulus of un plus 1 by un equal to limit n tends to infinity un plus 1 അല്ലേ. un plus 1 എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ n ഉണ്ടോ അതൊക്കെ n plus 1 ആക്കാം. n plus 1 factorial x raised to n plus 1 by un എന്ന് പറഞ്ഞാൽ n factorial into x raised to n. That is equal to limit mod limit n tends to infinity mod n plus 1 factorial by n factorial. ഇവിടെ ഈ താഴെയുള്ള x raised to minus n മേലോട്ട് പോകുമ്പോൾ മൈനസ് n ആവും. x raised to minus n ആവും. That is താഴെയുള്ള x raised to n മേലോട്ട് പോകുമ്പോൾ x raised to minus n ആവും. അപ്പോൾ എന്ത് വരും? x raised to n plus 1 minus n. That equal to limit n tends to infinity mod. നമുക്കറിയാം n factorial എന്ന് പറഞ്ഞാൽ n ന്റെ ഇൻവേഴ്സ് ഫാക്ടോറിയൽ ആണ്. അത്തരത്തിലെ n plus 1 factorial എന്ന് പറഞ്ഞാൽ n plus 1 into n plus 1 minus 1 factorial divided by n factorial. ഈ മൈനസ് എന്നും പ്ലസ് എന്നും കട്ട് ചെയ്ത് കളയുമ്പോൾ x raised to 1 എന്ന് വരും. That is x equal to limit n tends to infinity mod n plus 1 into n factorial by n factorial into x. n factorial കട്ട് ചെയ്ത് കളയാം. So limit n tends to infinity mod n plus 1 into x. That is infinity. അപ്പോൾ നമുക്കറിയാം റേഷ്യോ ടെസ്റ്റ്. ഓക്കെ, നമുക്ക് നോക്കാം. റേഡിയസ് ഓഫ് കൺവെർജൻസ് അതിനെ ഇങ്ങനെയാണ് എഴുതുക. റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്ന് പറയുന്നത് ഈ കണ്ടുപിടിച്ചതിന്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 1/r. 1/r എന്ന് പറഞ്ഞാൽ ഇത്. അപ്പോൾ റേഡിയസ് ഓഫ് കൺവെർജൻസ് r ആണ്. റേഡിയസ് ഓഫ് കൺവെർജൻസ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചല്ലോ. ലിമിറ്റ് n tends to infinity mod n plus 1 by n equal to ഇത് കണ്ടുപിടിച്ചല്ലോ. ഇതെന്ന് പറഞ്ഞാൽ 1/r. ഇതിനെയാണ് നമ്മൾ 1/r ഡിനോട്ട് ചെയ്യുന്നത്. സോ r എന്ത് ചെയ്യും? ഇതിന്റെ റെസിപ്രോക്കൽ that is 1 by infinity 0. അപ്പോൾ റേഡിയസ് ഓഫ് കൺവെർജൻസ് എത്രയാ? 0 ആണ്. ഒന്ന് ഞാൻ പറയാം. We conclude that the series diverges whenever x naught is equal to 0. That is, the series converges only when x is equal to 0 and radius of convergence is r equal to 0. പറയാം. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കണ്ടുപിടിച്ചത് റേഷ്യോ ടെസ്റ്റ് എവിടെ അപ്ലൈ ചെയ്യുന്നത്? റേഷ്യോ ടെസ്റ്റ് എപ്പോഴാണ് കൺവെർജന്റ് ആവുക? ലിമിറ്റ് n tends to infinity un plus mod un plus 1 by un less than 1 വരുമ്പോൾ മാത്രമാണ് ഇത് എന്താവുള്ളൂ? കൺവെർജന്റ് ആവുള്ളൂ. ബാക്കി എല്ലാ ലെസ് ദാൻ 1 വന്നു കഴിഞ്ഞാൽ ഇത് കൺവെർജന്റ് ആവും. അപ്പോ ഇവിടെ എപ്പോഴാ ലെസ് ദാൻ 1 വരാം? x is equal, ഇവിടെ ലിമിറ്റ് n tends to infinity mod n plus 1 into x. അതിൽ n ഇൻഫിനിറ്റി കൊടുത്തു കഴിയുമ്പോൾ ഇൻഫിനിറ്റി. ഇനി n ഇൻഫിനിറ്റി കൊടുക്കാതെ വേറെ ഏത് വാല്യൂ കൊടുത്താലും n ഇൻഫിനിറ്റി കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുക. x മാത്രം, പിന്നെ x മാത്രം കൺസിഡർ ചെയ്യുക. അപ്പോൾ ലെസ് ദാൻ 1 വരണമെങ്കിൽ, സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 വരണമെങ്കിൽ ഉള്ള ഓപ്ഷൻ എന്താ? എക്സിന്റെ വാല്യൂ 0 വരണം. അപ്പോൾ എക്സിന്റെ വാല്യൂ 0 വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കണ്ടുപിടിച്ചത് എന്തായിരിക്കും? ലിമിറ്റ് n tends to infinity mod n plus 1 into 0 എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. 0 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ സീരീസ് എന്താവും? കൺവെർജന്റ് ആവും. മനസ്സിലായെന്ന് ശ്രദ്ധിക്കുന്നു. ഇവിടെ ഇൻഫിനിറ്റി വരാൻ കാരണം n-ന് ഇൻഫിനിറ്റി കൊടുത്തതാണ്. നമ്മൾ തൽക്കാലം n ഇൻഫിനിറ്റി കൊടുക്കണമെന്ന് വിചാരിക്കുക. ഈ എക്സിനെയാണ് പരിഗണിക്കണമെന്ന് വിചാരിക്കുക. ഈ എക്സിന് ആദ്യമായി തന്നെ 0 കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് 0 ആയി. 1 കൊടുത്തു കഴിഞ്ഞാൽ
ഇവിടെ 1 വരാം, 2 വരാം, 3 വരാം. അപ്പോഴൊക്കെ എന്തുണ്ട് വരും? n ടെൻസ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി ആയിട്ട് മാറും. അപ്പോൾ 0 കൊടുക്കുമ്പോൾ മാത്രമാണ് ഇവിടെ 0 കൊണ്ട് എത്തുള്ളൂ. പിന്നെ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി കൊടുക്കേണ്ട ആവശ്യം അവിടെ 0 ആയിട്ട് മാറി. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി മോഡ് n പ്ലസ് 1 ഇൻറ്റു എക്സ് ലെസ് ദാൻ 1 വരും എപ്പോൾ മാത്രം x is equal to 0 കൊടുക്കുമ്പോൾ. അപ്പോൾ ലെസ് ദാൻ 1 വന്നാൽ അത് കൺവേർജന്റ് ആയി. അപ്പോൾ x is equal to 0 കൊടുക്കുമ്പോൾ മാത്രമേ അത് കൺവേർജന്റ് ആവുന്നത്. മനസ്സിലായി? ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു റേഡിയസ് ഓഫ് കൺവേർജൻസിന്റെ ഇതാണ് സി എന്ന പോയിന്റ് വിചാരിക്കുക. ആർ എന്ന പോയിന്റ് ഇപ്പോൾ എത്ര കിട്ടി നമുക്ക്? റേഡിയസ് ഓഫ് കൺവേർജൻസ് 0 ആണ് കിട്ടിയത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് 1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സി നിന്ന് 1 ഇങ്ങോട്ടും സി നിന്ന് 1 ഇങ്ങോട്ടും എടുത്തിട്ടാണ് നമ്മൾ ഇന്റർവെൽ വിചാരിക്കുന്നത്. ഇവിടെ റേഡിയസ് ഓഫ് കൺവേർജൻസ് 0 ആയി കിട്ടി. അപ്പോൾ ഇവിടെ നിന്ന് 0 യൂണിറ്റ് അകലെ, ഇവിടെ നിന്ന് 0 യൂണിറ്റ് അകലെ, അതാണ് എനിക്ക് ഇന്റർവെൽ വരുന്നത്. ഇവിടെ 0 യൂണിറ്റ് അകലെ എടുക്കാൻ പറ്റില്ലല്ലോ, ഇവിടെ 0 യൂണിറ്റ് അകലെ എടുക്കാൻ പറ്റില്ല, കാരണം റേഡിയസ് കൺവേർജൻസ് 0 ആണ്. അപ്പോൾ ഈ ഇന്റർവെൽ കൺവേർജൻസ് എത്രയാണ്? ഇതിന് ഇന്റർവെൽ കൺവേർജൻസ് ഇല്ല, കാരണം റേഡിയസ് ഓഫ് കൺവേർജൻസ് ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് ഇന്റർവെൽ കൺവേർജൻസ് കിട്ടുക. അങ്ങനെ ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ 0 തന്നെയല്ലേ ഉള്ളൂ. We conclude that the series divergence x naught is equal to 0 and the series converges only when x is equal to 0 and its radius of convergence is r is equal to 0. Next example, find the radius of convergence and interval of convergence of sigma n equal to 0 to infinity minus 1 raised to n x raised to n by 2n factorial. Let un is equal to പതിവ് പോലെ സിഗ്മ അല്ലാതെ ബാക്കി എല്ലാതിനെയും un ആയിട്ട് എടുത്തു. un is equal to minus 1 raised to n x raised to n by 2n factorial. That is un plus 1 is equal to minus 1 raised to n plus 1 n by n plus 1 കൊടുക്കുക. minus 1 raised to n plus 1 x raised to 2 into n plus 1 by 2 into n plus 1 factorial. That is minus 1 raised to n plus 1 x raised to n plus 2 divided by 2 കൊണ്ട് multiply ചെയ്യണം 2n plus 2 whole factorial. Then un plus 1 by un is equal to minus 1 raised to n plus 1 x raised to 2n plus 2 by 2n plus 2 factorial into reciprocal multiply ചെയ്യുക un കൊണ്ട് 2n factorial divided by minus 1 raised to n x raised to 2n. That is equal to minus 1 raised to n plus 1 in the arrange available times minus 1 raised to n plus 1 by minus 1 raised to n into 2n factorial divided by 2n plus 2 factorial x raised to 2n plus 2 by x raised to 2n. ഇതിനെ ആഡ് കൊടുക്കുമ്പോൾ minus 1 raised to 1 plus 1 minus n 2n factorial divided by ഇവിടെ ചെയ്തത് 2n plus 2 ഉണ്ടല്ലോ 2n plus 2 factorial അതിനെ ഒന്ന് n factorial എന്ന് പറഞ്ഞാൽ n into n minus 1 factorial അല്ലേ റൂളാക്കി മാറ്റിയതാണ്. അപ്പോൾ 2n plus 2 2 then 2n plus 2 നിന്ന് 1 കുറച്ചു then 2n plus 2 നിന്ന് 2 കുറച്ചു that factorial. ഇവിടെ x raised to ഇത് വരുമ്പോൾ ഇതിൽ നിന്നും കട്ട് ചെയ്ത് പോകും, ഇവിടെ വരുമ്പോൾ ഇതിൽ നിന്നും കട്ട് ചെയ്ത് പോകും. minus 1 raised to 1 into 2n factorial divided by 2n plus 2 into 2n plus 1 into 2n factorial x square. That is minus 1 into x square by 2n plus 2 into 2n plus 1. Then limit n tends to infinity mod un plus 1 by un equal to രണ്ട് ഭാഗത്ത് മോഡ് എടുത്തു, മോഡ് എടുത്തപ്പോൾ എന്തായത് മൈനസ് പോയി. ലിമിറ്റ് n tends to infinity x square by 2n plus 1 into 2n plus 2. n tends to infinity കൊടുക്കുമ്പോൾ താഴെ ഇൻഫിനിറ്റി വരും. 1 by infinity അല്ലെങ്കിൽ നമ്പർ ബൈ ഇൻഫിനിറ്റി 0 ആണല്ലോ. സോ ഇത് 0 that is less than 1. അപ്പോൾ എന്തായത് എക്സിന്റെ വാല്യൂ ഏത് തന്നെ ആയാലും കുഴപ്പമില്ല. ഫോർ ഈച്ച് ഫിക്സ്ഡ് വാല്യൂ ഓഫ് എക്സ് ഏതൊരു എക്സിന് ഫിക്സ്ഡ് വാല്യൂ എടുത്താലും ഏത് എക്സിന് 5 10 -3 എന്ത് നമ്പർ ഫിക്സ് ചെയ്ത് വെച്ചാലും ratio ടെസ്റ്റ് പ്രകാരം the given series converges. എക്സിന്റെ വാല്യൂ ഏതായാലും കുഴപ്പമില്ല, എക്സിനെ വഴി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് എക്സിന് വഴി എന്തായാലും ലിമിറ്റ് എടുക്കുമ്പോൾ ലെസ് ദാൻ 1 ആണ് വരുന്നത്. അതുകൊണ്ട് സീരീസ് കൺവേർജന്റ് ആണ് ഫോർ ഓൾ എക്സ്. അപ്പോൾ നമുക്ക് ഇന്റർവെൽ കിട്ടി, എക്സിന്റെ ഏത് വാല്യൂ എടുത്താലും സീരീസ് കൺവേർജന്റ് ആണ്. 1 by r is equal to limit n tends to infinity mod un plus 1 by un that is equal to 1 by 0 equal to infinity. So radius of convergence is equal to r is equal to infinity. അപ്പോൾ നമ്മൾ ഓർക്കണം ഈ കണ്ടുപിടിച്ചതിന്റെ റേഷ്യോ ടെസ്റ്റ് പ്രകാരം കണ്ടുപിടിച്ചല്ലോ അതിന്റെ ഇൻവേഴ്സ് ആണ്, സോറി റെസിപ്രോക്കൽ ആണ്.
radius of convergence എന്ന് പറഞ്ഞാൽ. And the interval of convergence is minus infinity to infinity.